ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് UKG പഠിക്കുന്ന എൻ്റെ മോനെ എന്തൊക്കെയാണ് ഞാനിന്ന് സ്കൂളിൽ കൊടുത്തു വിട്ടതെന്നുള്ളതാണ്. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ചീരത്തോരനാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിൽ കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ പൊട്ടി തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ചീര നല്ല ലീഫി വെജിറ്റബിളാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അതുമല്ല മോന് ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചീരത്തോരൻ കൊടുത്തു വിടാറുണ്ട്. അവനിഷ്ടമുള്ള തോരനിൽ ഒന്നാണ് ഈ ചീരത്തോരൻ എന്ന് പറയുന്നത്. ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് കൂട്ടിട്ട് കൊടുക്കാം. കൂട്ട് തേങ്ങയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട കൂട്ടാണ്. ഇനി അതിനെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് റെഡി ആവുമല്ലോ ചീരത്തോരൻ. അത് നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടാക്കുമ്പോഴും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനും കൂടിയാണ് ചീരത്തോരനല്ലേ. അപ്പോൾ അങ്ങനെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അവൻ്റെ അടുത്ത ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് മുട്ട എന്നും അവന് മസ്റ്റായിട്ടും വേണമെന്നുള്ളതാണ്. കാരണം മുട്ട ഉണ്ടെങ്കിൽ അവന് ചോറ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ മുട്ടയിൽ, അതും സവാളയോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല, മുട്ടയിൽ കുരുമുളക് പൊടി ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും രാവിലെ കഴിക്കാൻ ഫ്രൂട്ട്സ് കൊടുത്തു വിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും ഏത്തപ്പഴമാണ് കൊടുക്കുന്നത്. കാരണം ഫ്രൂട്ട്സിൽ പഴം മാത്രമാണ് കഴിക്കുന്നത്, വേറെയൊക്കെ കഴിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞു ഗ്രീൻ ആപ്പിൾ തന്നാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ഗ്രീൻ ആപ്പിൾ കഴിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൊടുത്തു വിടാണ്. ഇനി ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാം. ലഞ്ച് ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കറിയൊന്നും അവന് ഇഷ്ടമില്ല. കറി കൊടുത്തു വിട്ടാൽ തന്നെ അതെല്ലാം തിരിച്ചതുപോലെ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് എന്നും മുട്ട, തോരൻ, പപ്പടമാണെങ്കിൽ ഞാൻ എന്നും കൊടുക്കത്തുമില്ല, ഇടയ്ക്കൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാൻ ആദ്യം മുട്ട എടുത്ത് വെച്ചു, അതിൻ്റെ പുറത്തേക്ക് ചോറ് വെച്ചു. ഇനി അതിൽ ചീരത്തോരനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അവന് ഇഷ്ടമുള്ളതാണ്. അപ്പം കുറച്ചെങ്കിലും ചോറ് കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത് കൊടുത്തു വിടുന്നത് തന്നെ. ഇനി സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മോന് ഞാൻ കൊടുത്തു വിട്ടിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കും.